ഡിയർ സ്റ്റുഡൻസ്, നമുക്കറിയാം ഇപ്പം 10ാം ക്ലാസ്സിലെ മാറി വന്ന സിലബസ് ആണ്. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആദ്യ പരീക്ഷ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ ഓഗസ്റ്റ് മാസം 20ാം തീയതി ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഹിന്ദി പരീക്ഷ, അതിൽ 2 യൂണിറ്റുകളാണ് ഉള്ളത്. അതിലെ കുറച്ച് ചാപ്റ്ററുകൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് നമുക്കുണ്ടെങ്കിൽ പോലും മാറി വന്ന സിലബസിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ലഭ്യമല്ല. പിന്നെ നമുക്ക് ലഭ്യമാകുന്ന പഠന സഹായികളും മറ്റ് കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു പുതിയ സംരംഭമാണിത്. എക്സാം ഓറിയൻറ്റഡ് സ്പെഷ്യൽ ഡിസ്കഷൻ ക്ലാസ് ആണ്. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ജിന്ദഗി കാ സഫർ എന്ന പേരുള്ള ഒരു പുതിയ വിഭാഗത്തിൽ പെടുന്ന കവിതകളാണ്. ഹൈക്കു എന്നാണ് അതിന് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഇപ്പൊ ഹൈക്കു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര പരിചയമുള്ള കവിതാ വിഭാഗമല്ല. നമ്മളത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഹൈക്കു എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ശരിക്കും ഇത് ജപ്പാൻ സാഹിത്യത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 17 അക്ഷരങ്ങളുള്ള 3 വരികൾ മാത്രമുള്ള കവിത വിഭാഗമാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത ആദ്യത്തെ വരിയിൽ 5 അക്ഷരം, രണ്ടാമത്തെ വരിയിൽ 7 അക്ഷരം, മൂന്നാമത്തെ വരിയിലും 5 അക്ഷരം, അങ്ങനെ 5, 7, 5 എന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇതിൽ വളരെ ചെറിയ വരികളാണെങ്കിൽ പോലും വളരെ വിശാലമായ രീതിയിലുള്ള അർത്ഥമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള 3 തരം കവിതകളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ തന്നെ ആദ്യം തന്നിരിക്കുന്നത് സുരംഗമ യാദവ് എഴുതിയ ഒരു ഹൈക്കു. അത് കഴിഞ്ഞ് ഡോക്ടർ ഗോപാൽ ബാബു ശർമ്മ എഴുതി തയ്യാറാക്കിയ മറ്റൊരു ഹൈക്കു ഉണ്ട്. മൂന്നാമതായിട്ട് കമല നിഖുർപ്പ തയ്യാറാക്കിയ മറ്റൊരു ഹൈക്കു. അപ്പൊ 3നും 3 തരത്തിലുള്ള ആശയമാണുള്ളത്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഞാനിപ്പോൾ പറഞ്ഞ പോലെ ആശയങ്ങൾ തന്നെയാണ്. അപ്പൊ അതിൽ പുസ്തകത്തിൽ നമുക്കുണ്ട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ സാഹബ് കെ ആംഗൻ സദാ ഫുഹാർ യഹാം കിസ് ഹാലത് കി ഓർ ഇഷാര കിയാ ഗയാ ഹെ. ഇത് ഏത് അവസ്ഥയെക്കുറിച്ചാണ്, ഇവിടെ ഈ പറഞ്ഞ വരിയിൽ ഏത് അവസ്ഥയെക്കുറിച്ചാണ് സൂചന നൽകുന്നത്, അല്ലെ ഏത് അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് പരീക്ഷയിൽ സാധാരണ ചോദിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ആദ്യത്തേല് അമീർ അവർ ഗരീബ് ലോകോങ്കെ ഭേദഭാവം, പ്രത്യേകിച്ചും സമ്പത്തുള്ളവരും സമ്പത്തില്ലാത്ത ദരിദ്രരായ ആൾക്കാരും പ്രളയം പോലുള്ള ദുരന്തങ്ങൾ നേരിടുമ്പോൾ അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അപ്പൊ അതുപോലെ 2 തരത്തിലാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ ആശയങ്ങൾ നോട്ടായിട്ട് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ആശയം ചോദിക്കും. പിന്നീട് രണ്ടാമത് വന്നിരിക്കുന്നത് പിതാനെ ഡൂണ്ഠി ലാഠിയാം ബുഢാപ്പേക്ക് ദിക്തി നഹി എന്നുള്ളതാണ്. അപ്പൊ അതും ആശയം നമുക്കറിയാം. ഇതിൽ പറഞ്ഞിരിക്കുന്ന സമസ്യ കിസ് സമസ്യ കി ഓർ സങ്കേത് കർത്തി എന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റും ബുഢാപ്പേക്ക് സമസ്യയാണ്. അതായത് വാർദ്ധക്യ പ്രശ്നത്തെ കുറിച്ചാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അത് 1 മാർക്കിനും 2 മാർക്കിനും ചോദിക്കാം. 2 മാർക്കിന് നിൽക്കുമ്പോഴേ നമ്മൾ കുറച്ചുകൂടി സെന്റൻസ് എഴുതേണ്ടി വരും. 1 മാർക്കിനാണെങ്കിൽ ഒരു വാക്ക് എഴുതി ബുഢാപ്പേക്ക് സമസ്യ എന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ഒറ്റ ലൈനിൽ എഴുതിയാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മൂന്നാമത് വന്നിരിക്കുന്നത് ഡോൺതി രഹി ബർഫീലി നഗരിമേം നേഹി കി ആൻസ് എന്ന് ഉള്ള ഹൈക്കു ആണ്. അതിൽ സ്നേഹത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സ്നേഹം അലഞ്ഞു നടക്കുന്ന ആൾക്കാരെ കുറിച്ചാണ്. അവര് വളരെ മനോനില തെറ്റിയ രീതിയിൽ, ദുഃഖങ്ങൾ കാരണം മനോനില തെറ്റിയ ആൾക്കാരാണ്. അപ്പൊ അവർക്ക് സ്നേഹം ഇങ്ങനെ അവര് നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവര് ഒരുപാട് തരത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിന്റെ ആശയവും നന്നായിട്ട് പഠിക്കുക. അപ്പൊ ഈ 3 തരത്തിലും ആശയങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നീട് ഇതിലെ അത് മിക്ക ചാപ്റ്ററിലും അങ്ങനെ ഒരു ചോദ്യം ഇപ്പൊ സ്ഥിരമായി വരാറുണ്ട്. നമ്മൾ കഴിഞ്ഞ വർഷം 9ാം ക്ലാസ്സിൽ മാറി വന്ന സിലബസിൽ ആ ചോദ്യം ഉണ്ടായിരുന്നു. സമാനാർത്ഥി ശബ്ദ ലിഖേം എന്ന് ചോദിക്കാം. സമാനാർത്ഥി ശബ്ദ ലിഖേം, അതായത് ഹിന്ദി വേർഡ്സ് നമ്മൾ പഠിക്കുമ്പം അതിന്റെ മലയാളം മീനിങ് നമ്മൾ വായിച്ച് പഠിക്കാറുണ്ട്. ഇവിടെ ശബ്ദകോശിൽ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ അഭ്യാസത്തിൽ തന്നിട്ടുണ്ട് ഹിന്ദിയുടെ
ഹിന്ദി മീനിങ് തന്നെ തന്നിട്ടുണ്ട്, ഹിന്ദി വാക്കുകളുടെ ഹിന്ദി അർത്ഥം തന്നെ തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അതും ചോദിക്കാം. ഉദാഹരണത്തിന് പ്രളയ്, പ്രളയ് കാ സമാനാർത്ഥി ശബ്ദ് കോൻസാ ഹെ എന്ന് ചോദിക്കാം. പ്രളയ് എന്ന ആ വാക്കിന്റെ അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് ഹിന്ദിയിൽ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ കവിതയിൽ പഠിച്ചിട്ടുണ്ട്, ആദ്യത്തെ ഹൈക്കുവിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ബാട്ട് എന്നാണ്, ബാട്ട് എന്നാണ് അതിന്റെ. അപ്പൊ രണ്ടു രീതിയിൽ ചോദിക്കാം. ചിലപ്പോൾ ബ്രാക്കറ്റിൽ തന്നിട്ട് അത് ചോദിക്കാം. കുറച്ച് വാക്കുകൾ ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് തന്നിട്ട് പ്രളയ് കാ സമാനാർത്ഥി ശബ്ദ് കോൻസാ ഹെ എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് എന്താ എഴുതാം? ബാട്ട് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ സമാനാർത്ഥി ശബ്ദങ്ങൾ എല്ലാം പഠിക്കുക. അത് ശബ്ദകോശത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് അഭ്യാസത്തിൽ തന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അത് ഈ വരികളുടെ അർത്ഥം തന്നെ എടുത്ത് ചോദിക്കാം, ഓരോന്ന് എടുത്തെടുത്ത് ചോദിക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ നമ്മൾ മൊത്തത്തിൽ നമ്മൾ ആശയം പഠിക്കാറുണ്ട്. അതല്ലാതെ ഒരു വാക്കോ ഒരു വരിയോ എടുത്ത് ചോദിക്കാം. അങ്ങനെ നമുക്ക് സഹി ജോഡ്കർ ലിഖിയം, സഹി രൂപ സെ ജോഡ്കർ ലിഖിയം എന്ന് ചോദിക്കാം. ഒരു സ്ഥലത്ത് നമ്മൾ അതിന്റെ വരികളും ഇപ്പുറത്ത് അതിന്റെ ഹിന്ദി മീനിങ്ങും തന്നിട്ട് ചേരുമ്പോൾ ചേർത്തെഴുതാൻ ചോദിക്കാം. അപ്പൊ അത് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതേപോലെ തന്നെ ഒരു ടിപ്പണിയെ കുറിച്ച് അഭ്യാസത്തിൽ തന്നിട്ടുണ്ട്. ജിന്ദഗി കി ചുനൗത്തിയാം വിഷയ പർ ടിപ്പണി ലിഖേം. ജീവിതത്തിലെ വെല്ലുവിളികളെ കുറിച്ച്, വെല്ലുവിളി ഒരുപാട് ചലഞ്ചസ് നമ്മൾ നേരിടുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ടിപ്പണി, ഒരു വിവരണം തയ്യാറാക്കാൻ പരീക്ഷയിൽ ചോദിക്കാം. അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അതും ഒരു 3 മാർക്ക് 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. പിന്നീട് സഹി പ്രസ്താവ് ചുൻകർ ലിഖി എന്നുള്ളൊരു സംഭവമുണ്ട്. അതും ഈ പറഞ്ഞ എല്ലാ ചാപ്റ്ററിലും ചോദിക്കാൻ സാധ്യതയുണ്ട്. കൂടുതലായിട്ട് വരുന്നത് ഗദ്യഭാഗങ്ങളിലാണ്. കവിതകളിൽ സാധാരണ അങ്ങനെ ചോദിക്കാറില്ല, എങ്കിലും നമുക്കത് പ്രതീക്ഷിക്കാം. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയം. അപ്പൊ കുറച്ച് പ്രസ്താവനകൾ, സെന്റൻസുകൾ തന്നിട്ട് ഇതിൽ ഏതാണ് ശരി എന്ന് ചോദിക്കാം. അപ്പൊ അത് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാം. അപ്പൊ അത് പാഠം നന്നായിട്ട് മനസ്സിലാക്കണം, ആശയം നന്നായിട്ട് മനസ്സിലാക്കുക. ശരിയായ പ്രസ്താവന ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം. അപ്പൊ അതിന്റെ മീനിങ് നന്നായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്കത് എഴുതാൻ പറ്റൂ, ആൻസർ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നന്നായിട്ടൊന്ന് പഠിക്കുക. ഈ ചാപ്റ്റർ, എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നും മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ.